അയോധ്യ രാമക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിച്ച കാണിക്കപ്പണത്തിൽ കൈയിട്ട കള്ളന്മാർ. അയോധ്യ രാമക്ഷേത്രത്തിലെ കോടികളുടെ സംഭാവന കൊള്ളയുടെ കൂടുതൽ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. ഭക്തലക്ഷങ്ങൾ ഒഴുകിയെത്തിയ കുംഭമേളയുടെ മറവിലാണ് പ്രതികൾ ഏറ്റവും വലിയ കവർച്ചയ്ക്ക് കളമൊരുക്കിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി കഴിഞ്ഞു. വിശ്വാസത്തിന്റെ കണ്ണീരും പ്രാർത്ഥനയും കലർന്ന പണം കൊണ്ട് പ്രതികൾ നാട്ടിൽ സുഖലോലുപരായി ജീവിക്കുകയായിരുന്നു. കേസിൽ അറസ്റ്റിലായ 8 പ്രതികളും കുറച്ചുകാലമായി ചെറിയ രീതിയിൽ ക്ഷേത്രത്തിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷത്തെ കുംഭമേള കാലത്താണ് ഇവർ തങ്ങളുടെ കവർച്ചയുടെ വ്യാപ്തി കൂട്ടിയത്. കുംഭമേളയോടനുബന്ധിച്ച് രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ കോടിക്കണക്കിന് രൂപയാണ് ക്ഷേത്രത്തിലേക്ക് സംഭാവനയായി നൽകിയത്. പണത്തിന്റെ ഈ കുത്തൊഴുക്ക് മുതലെടുത്ത് എണ്ണത്തിൽ കൃത്യതയില്ലാത്ത അവസരം നോക്കി പ്രതികൾ പരമാവധി പണം ചാക്കിലാക്കി. ബന്ധുക്കളായ ലവ്കുഷ് മിശ്രയും അനുകൽപ് മിശ്രയുമാണ് ഈ കൊള്ളിയിൽ ഏറ്റവും കൂടുതൽ പണം സ്വന്തമാക്കിയത്. അയോധ്യയിൽ ഭക്തർ വഴിപാടായി നൽകിയ പണം കൊണ്ട് ഇരുവരും നാട്ടിൽ യഥേഷ്ടം ഭൂമിയും ആഡംബര വസ്തുവകകളും വാങ്ങിക്കൂട്ടി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവരുടെ പേരിൽ വാങ്ങിയ പല സ്വത്തുക്കളും കണ്ടെത്താനുമായി. കേസിലെ മറ്റൊരു പ്രതിയായ അവിനാശ് ശുക്ല പണം ഒളിപ്പിക്കാൻ തെരഞ്ഞെടുത്തത് സ്വന്തം സഹോദരന്റെ യോഗ സെന്റർ ആണ്. ജൂൺ 5-ാം തീയതി അതീവ രഹസ്യമായി പോലീസ് ഇവിടെ പരിശോധന നടത്തി. യോഗ സെന്ററിലെ മുറിക്കുള്ളിൽ 4 വലിയ പെട്ടികളിലായി ആരും സംശയിക്കാത്ത രീതിയിൽ പുതപ്പിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കോടിക്കണക്കിന് രൂപ ഇയാൾ സൂക്ഷിച്ചത്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെ ഡ്രൈവറായിരുന്ന ടിന്നു യാദവാണ് ഈ കൊള്ളിയിലെ മറ്റൊരു പ്രധാന കണ്ണി. ഏറ്റവും വിശ്വസ്തനായി കൂടെ നിന്നയാൾ തന്നെയാണ് ട്രസ്റ്റിനെ പിന്നിൽ നിന്ന് കുത്തിയത്. ക്ഷേത്രത്തിൽ വരുന്ന സംഭാവന പണം സൂക്ഷിക്കുന്ന മുറിയുടെ പ്രധാന താക്കോലുകളിൽ ഒന്ന് ടിന്നു യാദവിന്റെ കൈവശമായിരുന്നു. രണ്ടാമത്തെ താക്കോൽ പണമെണ്ണാൻ ചുമതലപ്പെട്ട ബാങ്ക് ജീവനക്കാരന്റെ പക്കലും. ഇരുവരും ഒത്തുചേർന്ന് ആരും കാണാതെ പണം കവർന്നു. ഈ കൊള്ളമുതലിൽ നിന്ന് ഒരു വലിയ വിഹിതം പണമെണ്ണാൻ വന്ന ബാങ്ക് ജീവനക്കാർക്കും ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ക്ഷേത്രത്തിലെ പണം എണ്ണി തിട്ടപ്പെടുത്താൻ ഔദ്യോഗികമായി ചുമതലപ്പെടുത്തിയിരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. എന്നാൽ SBI ഈ ചുമതല മറ്റൊരു സ്വകാര്യ ഏജൻസിക്ക് കൈമാറി. ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട 4 സംഭാവന പെട്ടികളിലെ പണം എണ്ണാനായി 14 പേരുടെ ഒരു പ്രത്യേക സംഘത്തെയാണ് നിയോഗിച്ചത്. ഇതിൽ 11 പേർ ബാങ്ക് ജീവനക്കാരും 3 പേർ ട്രസ്റ്റ് അംഗങ്ങളും. ഈ ബാങ്ക് ജീവനക്കാരിൽ ചിലരും ഇപ്പോൾ പോലീസിന്റെ കടുത്ത നിരീക്ഷണത്തിലാണ്. അയോധ്യ നാണം കെടുത്തിയ ഈ സംഭവത്തിൽ ഇതുവരെ 8 പേരാണ് പിടിയിലായിട്ടുള്ളത്. അവിനാശ് ശുക്ല, അനുകൽപ് മിശ്ര, ലവ്കുഷ് മിശ്ര, മനീഷ് കുമാർ യാദവ്, കരുണേഷ് പാണ്ഡെ, രാമശങ്കർ മിശ്ര, സുഭാഷ് ശ്രീവാസ്തവ, ടിന്നു യാദവ് എന്നിവരാണ് അറസ്റ്റിലായ ആ 8 കള്ളന്മാർ. കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിലൂടെ ഇവരുടെ തട്ടിപ്പിന്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് സൂചന.